ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തിയേറ്ററുകളിലെ ഛോട്ടാ മുംബൈ തരംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ 4ാം ദിവസമാണ് തിയേറ്ററുകളിൽ. ആദ്യ 3 ദിവസത്തെ കളക്ഷനെ കുറിച്ചും ഒപ്പം തന്നെ ഇന്നത്തെ ഉൾപ്പെടെയുള്ള സിനിമയുടെ കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അൻവർ റഷീദിന്റെ ലാലേട്ടൻ നായകനെത്തിയ വൻ താരനിര ഭാഗമായ എക്കാലത്തെ മലയാള സിനിമയുടെ കംപ്ലീറ്റ് എന്റർടൈനർ സിനിമ എന്ന ഇനി നിസ്സംശയം പറയാവുന്ന സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ ഛോട്ടാ മുംബൈ. ഇന്നലെ ഞായറാഴ്ചയാണ് സിനിമയുടെ ആദ്യ 3 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സിനിമ തിയേറ്ററുകളിലെ കേരളത്തിലടക്കം നേടിയെടുത്തിരിക്കുന്നത്. 1,60,00,000 രൂപ 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്ത തലയും സംഘവും. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2 കോടിക്കടുത്ത് ഗ്രോസ് കളക്ഷൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1,90,00,000 പരം ഗ്രോസ് കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ലിമിറ്റഡ് റിലീസ് കൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലടക്കം മികച്ച കളക്ഷൻ ആദ്യ വീക്കെൻഡിൽ നേടിയെടുത്ത സിനിമയ്ക്ക് കൂടുതൽ രാജ്യങ്ങളിൽ നിന്നടക്കം റിലീസ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയുമായിട്ട് വിതരണക്കാർ എത്തിയെന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ആദ്യ ആഴ്ച കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വളരെ ചുരുക്കം തിയേറ്ററുകളിലായിരുന്നു സിനിമ എത്തിയത്. എന്നാൽ സിനിമയ്ക്ക് ലഭ്യമായ ഒരു സ്വീകരണവും ആരവവും എല്ലാം തന്നെ കണ്ടിട്ട് ഇപ്പോഴത്തെ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ ആഴ്ച റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സിനിമയ്ക്ക് റിലീസ് ഉണ്ടാകും എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ന് തിങ്കളാഴ്ച അടക്കം കൊച്ചിയിലെ കവിത തിയേറ്റർ, അതായത് 1300ഓളം സീറ്റുകളുള്ള തിയേറ്ററിലെ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസോടെ സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും 10 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് ഇപ്പോൾ തന്നെ ഉറപ്പാക്കിയ സിനിമയ്ക്ക് ഇന്നത്തോടെ 2 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കാൻ കഴിയുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. ഇതിനിടയിൽ ബുക്ക് മൈ ഷോ ഡാറ്റ പ്രകാരം 4000-ലധികം വോട്ടുകൾ ബുക്ക് മൈ ഷോയിൽ നേടിയെടുത്ത സിനിമയ്ക്ക് കഴിഞ്ഞ 24 മണിക്കൂറിൽ 16,000-ലധികം ടിക്കറ്റുകളും വിറ്റഴിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മലയാളത്തിലെ അടുത്ത വിജയമായിട്ട് റീ റിലീസ് സിനിമ കൂടിയായിട്ട് ഛോട്ടാ മുംബൈ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ കളക്ഷനായിട്ട്.